പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം പോകുന്നത് സാഗർമാത നാഷണൽ പാർക്കിലേക്കാണ്. നാംചി ബസാറിലാണ്. ഇപ്പോൾ 70th എവറസ്റ്റ് ആനിവേഴ്സറി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. സാഗർമാത നാഷണൽ പാർക്കിലേക്ക് കയറാനുള്ള ഗേറ്റാണ് ആ കാണുന്നത്. ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ആ ഗേറ്റിൽ കൂടെയാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ? നമ്മളിപ്പോൾ ഈ നാംചി ബസാറിൽ ഒരു ദിവസം നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അക്ലമറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണേ. കാരണം നമ്മൾ ഹൈറ്റിലേക്ക് ഇനി പോകുമ്പോഴത്തേക്കും നമുക്ക് സിക്നസ്സൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഒരു ദിവസം നമ്മൾ അക്ലമറ്റൈസേഷന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ദിവസം നിൽക്കണം. നമ്മുടെ ബോഡിയൊക്കെ അതിനോട് യോജിക്കും. എന്നിട്ട് നമ്മൾ മേലോട്ട് കയറാൻ പറ്റും. ഇത് കണ്ടോ? ഇവിടെ നിന്ന് നമ്മളിങ്ങനെ പാസ് എടുക്കണം അങ്ങോട്ട് കയറാൻ വേണ്ടി. ഈ ഭാഗത്തേക്ക് നാംചി ബസാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെക്കിങ്ങിനൊക്കെ പോകുന്നവർ ABC ട്രെക്കിങ്ങിനാണെങ്കിലൊക്കെ പോകുന്നവർ താമസിക്കുന്ന ഒരു ഏരിയ ആണ് ഈ നാംചി ബസാർ എന്ന് പറയുന്നത്. ഇവിടെ വന്ന ഒരു ദിവസം അക്ലമറ്റൈസേഷന് വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മളിവിടെ സ്റ്റേ ചെയ്യും. എന്നിട്ടാണ് ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഒക്കെ നമ്മൾ ട്രെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒന്നേ നടന്ന് വരണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹെലികോപ്റ്ററിൽ വരണം. അല്ലാതെ വേറെ വഴിയില്ല ഇവിടെ വരാൻ വേണ്ടി. പക്ഷേ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എന്ന് വെച്ചാൽ അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാമേ. ഇതുണ്ട് പ്ലേ ഗ്രൗണ്ട്. പിള്ളേർ കളിക്കുന്നുണ്ടോ? ആ ഭാഗത്ത് പ്ലേ ഗ്രൗണ്ടുണ്ട്, സ്കൂളുണ്ട്, അതുപോലെ തന്നെ പിന്നെ ഓൾമോസ്റ്റ് എല്ലാ പിന്നെ ATM ബാങ്ക് ATM എല്ലാം ഇവിടെ ഉണ്ട്. നമുക്കിവിടെ നെറ്റ് ആണെങ്കിലും വൈഫൈ ആണെങ്കിലും എല്ലാം ഇവിടെ കിട്ടും. ഈ ഒരു സ്ഥലത്ത് എല്ലാം ഫ്രീ വൈഫൈയും ഒക്കെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മൾ പൈസ കൊടുത്ത് തന്നെ വാങ്ങിക്കണം. ഇവിടെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ലോകത്തിലെ തന്നെ ഏതാണ്ട് ഏറ്റവും ഹൈറ്റിലിരിക്കുന്ന പബ്ബ് വരെയുണ്ട്. ഐറിഷ് പബ്ബ് എന്ന് മറ്റോ പറയുന്ന പബ്ബ് വരെ ഇവിടെ ഉണ്ട്. പിന്നെന്താ കുറേ തന്നെ ഉണ്ടോ സ്കൂളുകളും. പിന്നെ എന്താണ്ട് മൊനാസ്ട്രി ഇതുണ്ട്. ആ കാണുന്ന മൊനാസ്ട്രിയാണേ. കണ്ടോ റെഡ് കാണുന്നത്? കണ്ടോ ആ റെഡ് കാണുന്നത് ഇവിടുത്തെ മൊനാസ്ട്രിയാണ്. ചിലപ്പം ഞാൻ അങ്ങോട്ട് അറിയത്തില്ല, പോവോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്തായാലും ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഇവിടെ മഴയാണേ. അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. കണ്ടോ ഒരു വ്യൂ ഉണ്ടോ? പിള്ളേരൊക്കെ ഉണ്ട് അവിടെ നിന്ന് കളിക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ മ്യൂസിയം, പിന്നെന്താ ഏതാണ്ടൊക്കെ ഒത്തിരി സാധനങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇത് ഉണ്ടോ കുറേ ഇങ്ങനെ ഗ്യാസ് കുറ്റികളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതെല്ലാം ഹോട്ടൽസാണേ. കണ്ടോ മൊത്തം ക്ലൗഡി ആയിട്ടിരിക്കുവാണേ. ഈ നാംചി ബസാറിൽ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ഇപ്പം ട്രെക്കിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ പോലും ലാസ്റ്റ് ഇവിടെ നിന്ന് മാത്രമേ ഇനിയും പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇനിയും പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമില്ല. വേണ്ട ഇവിടെ ഉണ്ട് പിള്ളേർ കളിക്കുന്നത് കേട്ടോ. കണ്ടോ ഫുട്ബോൾ കളിക്കുന്നു, അവിടെ ആണെങ്കിൽ വോളിബോൾ കളിക്കുന്നു. ഉണ്ടോ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയത് കേട്ടോ. ഒരുപാട് ആൾക്കാരുടെ ജീവിത മാർഗവും ഒക്കെയുണ്ട്. ഷെർപ്പാസ് എല്ലാം ഇവിടെ നിന്നാണ് ഷെർപ്പകളൊക്കെ ഉള്ളത്. ഇതെല്ലാം ഹോട്ടൽസാണേ. അതുകൊണ്ടൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ? മുകളിലേക്ക് പോകുന്നതാണേ നമ്മൾ. ഇനി പോകുന്നുണ്ട്. അവിടെ എവറസ്റ്റ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. എവറസ്റ്റ് നമുക്ക് ഫസ്റ്റ് വ്യൂ കിട്ടുന്നത് അവിടെയാണ്. അപ്പോൾ എവറസ്റ്റ് വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി നമ്മൾ പോകുന്നുണ്ട്. അപ്പം അവിടേക്കായിരിക്കും ഈ ഇത് കൊണ്ടുപോകുന്നത്. ആ മൗണ്ടനൊക്കെ കണ്ട് ഇപ്പം നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ഭാഗത്തുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. തണുപ്പുണ്ട് കേട്ടോ. ഇതുണ്ടോ ഈ നാംചി ബസാർ ഇവിടെ നോക്കുമ്പോഴുള്ളൊരു ഭംഗി കണ്ടോ? നമ്മൾ പോകുന്നത് അങ്ങോട്ടാണേ. കണ്ടോ നല്ല കുത്തനെ കയറ്റുവാ.
ഇതാണേ ഗേറ്റ്. ഇതിനുള്ളിൽ കൂടെ വേണം നമ്മൾ കയറാൻ. ഇന്ന് ആക്ച്വലി ന്യൂ ഇയർ ആണ് നേപ്പാളിൻ്റെ. ഞാൻ മുമ്പെയാണ് അറിഞ്ഞത് ഇന്ന് നേപ്പാളിൽ ന്യൂ ഇയർ ആഘോഷമൊക്കെയാണ്. പോയിട്ട് ഇറങ്ങി വരുന്നവരൊക്കെ കാണാം കേട്ടോ. നേരത്തെ പോയതാണെന്ന് തോന്നുന്നു. ഇതുണ്ടോ പൈൻ മരങ്ങളാണെന്ന് തോന്നുന്നു ഇവിടെ എല്ലാം. നല്ല കയറ്റമാണ് കേട്ടോ, അണയ്ക്കുന്നുണ്ട്. ചെറിയ രാവിലെ വെയിലൊക്കെ ആയപ്പോഴത്തേക്കും ചൂടുണ്ടായിരുന്നു, എന്നാലും രാവിലെ നല്ല തണുപ്പൊക്കെ ആയിരുന്നു. അതാണ് ഇവിടെ വീണ്ടും ഒരു ഗേറ്റ് കാണാമേ, സാഗർമാത നാഷണൽ പാർക്ക് എന്ന് എഴുതി. കണ്ടോ നമ്മൾ കണ്ടോ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടി കയറി വരുന്ന പോലെ ഉണ്ടേ. അവിടെ നിന്നായിരുന്നു നമ്മൾ വന്നത്. കണ്ടോ ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ടോ. കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ കയറി പോകുന്നുണ്ടേ. ഹെലികോപ്റ്റർ പോകുന്നുണ്ടോ. ആ കാണുന്ന മൗണ്ടൻ കണ്ടോ, അത് കുഷൻ കങ്കാരു ആണ്. Now we are in Abbas View Point. His name is Tenzing Norgay. ഇത് നോർഗയാണ്. നോർഗയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവിടെ ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് ഹെറിറ്റേജ് സെൻ്ററാണ്. നമ്മളിനി കാണാൻ പോകുന്ന അവിടേക്കാണ്. ഹെറിറ്റേജ് സെൻ്ററാണിത്. ടെൻസിൻ ഹിലാരി അവരുടെയൊക്കെ ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിച്ചിരിക്കുന്നതാണ്. കണ്ടോ സാഗർമാത നാഷണൽ പാർക്ക് ബഫർ സോൺ, ടെൻസിൻ നോർഗെ ഷെർപ്പ ഹെറിറ്റേജ് സെൻ്റർ. കണ്ടോ കണ്ടോ ഇവിടെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഹൗസ് ഹോൾഡ് ഐറ്റം എന്ന് പറഞ്ഞ് കണ്ടോ. ഇതൊക്കെ നമ്മൾ ഇവിടെ ഷെർപ്പാസ് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. നല്ല സാധനങ്ങൾ കണ്ടോ. ഇത് ഇവരുടെ ഹിസ്റ്ററിയൊക്കെയാണ്. منال تعالي، ما فهمتيني الاغراض اللي تحت هاي صدق؟ صدق. وهاي كان السمت كلوز اللي هو لبسه. So this is the first guy who tried to summit. His name was Success on the summit. But he won 1953 28th മെയിലാണ് സബ്മിറ്റ് ചെയ്തത്. هاي كان his outfit. I think so, yeah. ഇവിടെ ഒരു ഗ്ലാസ് ഇതിനകത്ത് മൗണ്ട് എവറസ്റ്റിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് സാഗർമാത നാഷണൽ പാർക്കിൻ്റെ ടെൻസിങ് നോർഗെ ഷെർപ്പ ഹെറിറ്റേജ് സെൻ്ററാണിത്. കണ്ടോ ഇവിടെ ഇതിനകത്ത് അവരെക്കുറിച്ചുള്ള കുറേ ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയും അവരെക്കുറിച്ച് ഉള്ള എഴുതി വയ്ക്കുകയും അവർ സബ്മിറ്റ് ചെയ്തതും ഏത് വർഷമാണെന്നും അതൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. 7 പ്രാവശ്യമാണ് അവർ അറ്റംപ്റ്റ് ചെയ്തത്. അവരിട്ടിരുന്ന ഡ്രസ്സ്, ഷൂ, അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ ഹെലികോപ്റ്റർ പോയിക്കൊണ്ടിരിക്കും. നല്ല വെയിലായിട്ടുണ്ട്, ചൂടായി. ഇനിയിപ്പം ജാക്കറ്റ് ഊരണം. അങ്ങനെ ഹെറിറ്റേജ് വില്ലേജിലൊക്കെ കയറി കണ്ട് അവിടെ നിന്ന് ഇനി ഇങ്ങനെ ഇറങ്ങുകയാണ്.
നല്ല ക്ലൈമറ്റാണ് കേട്ടോ, വെയിലും ചെറിയ തണുപ്പും ഒക്കെ ഉണ്ട്. പിന്നെ ആ പോകുന്ന വഴിയുണ്ടോ കുറേ ആൾക്കാർ കാണിക്കാമേ. അവിടെ ആ പോകുന്ന ആ പീക്കിൽ അവിടെ ആണെന്ന് തോന്നുന്നു എവറസ്റ്റ് ഹോട്ടൽ എന്ന് പറയുന്നത്. ആ പീക്കിൽ എത്തണം എന്ന് തോന്നുന്നു കേട്ടോ, അങ്ങ് പോകണം. കുറേ ആൾക്കാർ പോകുന്നുണ്ടോ. നമ്മളിനി ഇറങ്ങുകയാണ്. ഇത് ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇവിടെ വന്ന് ജസ്റ്റ് നമ്മൾ ഒരു ഡാൻസിങ് അതിൻ്റെ ഒരു അതിനെക്കുറിച്ചുള്ള ഒരു ഇത് ഹെറിറ്റേജ് തന്നെ ഉള്ളൂ. അപ്പോൾ അത് നമ്മളൊന്ന് കാണാൻ വേണ്ടി കയറിയാണ്. ഇനി നമ്മൾ പോകുന്നുണ്ട്. ഇതാ അവിടെ എവറസ്റ്റ് ഹോട്ടലിൻ്റെ ആ ഭാഗത്തേക്ക് ഇന്ന് തന്നെ നമ്മൾ പോകും. അങ്ങ് പീക്കിലാണ്, അങ്ങ് പോകണം കേട്ടോ. കുറേ നടക്കാനുണ്ടേ. ഇവിടെയൊക്കെ നല്ല വീടുകളാണേ. അവർ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഷെർപ്പാസൊക്കെ താമസിക്കുന്നവരായിരിക്കും. ഇതെല്ലാം വീടുകളാണേ. ഞാൻ താമസിക്കുന്ന ഹോട്ടൽ നടിതാണേ, ഹോട്ടൽ 8848 കേട്ടോ. ഇവിടാണ് നമ്മൾ താമസിക്കുന്നത്. എൻ്റെ ഗൈഡാണ് ഇപ്പോൾ വന്ന് നോക്കിയത്. ഈ ഹോട്ടലിൻ്റെ പേരാണ് 8848. തൻ്റെ ഈ ഹോട്ടലാണേ. എല്ലാം തടി കൊണ്ടാണ് ഇവിടെ എല്ലാം ഹോട്ടൽസ് എല്ലാം. ഈ തണുപ്പ് കാരണം എല്ലാം ഇങ്ങനെ തടി കൊണ്ടുള്ളതാണ്. ഇവിടെ ഫുള്ള് കണ്ടോ, തടി കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളിനി ഈ സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലേക്ക് പോകണം. ഇവിടാണേ റെസ്റ്റോറൻറ്റ്. ഇത് കണ്ടോ, ഒരു ടീഷർട്ട് അസൻ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനിയുടെ കൂടെയാണ് ഞാൻ വന്നത്. കണ്ടോ, It takes 2 times to press that picture. Credit goes to Mr. Biggish. മിസ്റ്റർ ബിഗിഷ് അതാണ് പോകുന്നത്. ഡാസൻ ഹോളിഡേയ്സിൻ്റെ ആണ്. എനിക്ക് ഇവിടെ വന്നപ്പോഴത്തെ മഴയാണ്, അപ്പോൾ റെയിൻ പോയിൻറ്റോ ഞാൻ എടുത്തില്ലായിരുന്നേ. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇവിടുന്ന് മേടിക്കുകയാണ് ഈ ഒരു കടയിൽ. ഇതിപ്പം 1500 രൂപയാണ് ചോദിച്ചത്. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞപ്പോൾ 1000 രൂപയ്ക്ക് ഇവർ തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അല്ലാതെ വേറെ വഴിയില്ല. വേറെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വേറെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കിട്ടാനില്ല. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഇവിടുന്ന് നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്ത് പോകണം. മേടിക്കാതിരിക്കാനും പറ്റില്ല, കാരണം ഉച്ച കഴിഞ്ഞെല്ലാം മഴയാണ്. അപ്പോൾ അതുകൊണ്ട് മേടിക്കാതിരിക്കാനും പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഞാനിത് 1000 രൂപയ്ക്ക് മേടിക്കുകയാണ് ഇവിടുത്തെ. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് ചെറിയൊരു വീഡിയോ ആയിരുന്നു. നമ്മളിവിടെ അക്ലമറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഒരു സ്ഥലത്ത് കാണുന്നു, അത് വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു.